ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് റഫായേൽ മാലാഖയെക്കുറിച്ചാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ മാലാഖയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മാലാഖ തോബിത്തിന് കിട്ടാനുള്ള പൈസ വാങ്ങിക്കൊടുക്കുന്നു, സാറയുടെ പൈശാചിക പീഡ മാറ്റുന്നു, തോബിത്തിൻ്റെ കണ്ണ് സുഖപ്പെടുത്തുന്നു. അങ്ങനെയാണ് സൗഖ്യദായകൻ എന്ന് റഫായേൽ മാലാഖയെ വിളിക്കുന്നത്. നമ്മുടെ യാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നാം റഫായേൽ മാലാഖയെ കൂട്ടുപിടിക്കണം. അവിടുന്ന് പല അപകടങ്ങളിൽ നിന്ന് നമ്മെ കാത്തുപരിപാലിക്കുന്നു. ഇന്ന് എന്തുമാത്രം അപകടങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത്. നമ്മുടെ ജീവിത വ്യഗ്രതയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് നമ്മുടെ വഴിയിലൂടെ നമ്മുടെ ഇഷ്ടത്തിന് നടക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഭവനങ്ങളിൽ, മക്കളിൽ മനസ്സമാധാനം ഇല്ലാതാകുന്നു. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ, ജോലി, പഠിത്തം എന്തു തന്നെയാകട്ടെ, നാം നമ്മുടെ മാലാഖയെ കൂട്ടുവിളിക്കുക. മാലാഖേ, എൻ്റെ കൂടെ വരണം ട്ടോ എന്ന് ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാകട്ടെ. മാലാഖ നിൻ്റെ ജീവിത പ്രശ്നങ്ങൾ വിജയിപ്പിക്കും. ഭവനത്തിൽ നല്ലൊരു കാര്യം നടക്കുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, മാലാഖേ, നീ ഈ കാര്യം വിജയിപ്പിക്കണം, തടസ്സങ്ങൾ നീക്കി തുറന്ന വഴിയിലൂടെ എന്നെ വഴി നടത്തണം എന്ന് പ്രാർത്ഥിക്കുക. വിവാഹപ്രായമെത്തിയ മക്കൾ മാലാഖയോട് പ്രാർത്ഥിക്കുക. വിവാഹ തടസ്സം മാറ്റി ഓരോരുത്തർക്കും അവരവർക്ക് യോജിച്ച ഇണയെ നൽകും. പണ്ടുള്ളവർ പുറത്തേക്ക് പോകുമ്പോൾ, ജോലിക്ക് എന്തിനിറങ്ങുമ്പോഴും മാലാഖേ വരണമെന്ന് പറഞ്ഞിട്ടാണ് പോകുക. നമ്മുടെ യാത്രകളിൽ കൂട്ടുപിടിക്കാനാണ് ദൈവം മാലാഖയെ നിയോഗിച്ചത്. ഇന്നു മുതൽ നമുക്ക് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക്, ഭവനത്തിലേക്ക് മാലാഖയെ കൂട്ടുപിടിച്ച് ആരംഭിക്കാം. ആമേൻ.